ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്, അതേപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന ആളുകളാണ്. നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫേസ്ബുക്കിലും നമുക്ക് ഒരേ സമയം നമുക്ക് കയറാൻ സാധിക്കും. അതുപോലുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. അതിന് മുൻപ് ഇത് മുഴുവനായിട്ട് പറഞ്ഞിരുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് ഫേസ്ബുക്കിൽ കയറാതെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇടുന്നുള്ളത്. ഇപ്പോൾ പുതിയതായിട്ട് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇവിടെ നമുക്കറിയാം, നമുക്കിവിടെ സ്റ്റാറ്റസ് നമ്മളിവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത് വാട്സപ്പിൽ. നമുക്കിവിടെ വാട്സപ്പിൽ ഇടുന്ന പോസ്റ്റുകൾ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിലേക്കും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് ഫേസ്ബുക്കിൽ പോകേണ്ട ആവശ്യമേ ഇല്ല. അതിനുള്ള എങ്ങനെയാണ് അതിന്റെ സെറ്റിംഗ്സ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ സെറ്റിംഗ്സിൽ നമുക്കിവിടെ പ്രൈവസി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രൈവസി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ താഴെ നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റാറ്റസിൽ ഇവിടെ നമുക്ക് കാണാം ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ താഴെ പുതിയതായിട്ട് വന്നത് കാണാം. ഷെയർ മൈ സ്റ്റാറ്റസ് അപ്ഡേറ്റ് അക്രോസ് മൈ അക്കൗണ്ട്സ് പറഞ്ഞിരിക്കുന്നത് അത് ഇന്നാക്റ്റീവ് ആയിട്ട് ആണ് കിടക്കുന്നത്. കണ്ടില്ല, അതിൽ ആ കറക്റ്റ് ഫേസ്ബുക്കിന് ബ്ലൂ കളർ വരുന്നില്ല. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് കാണുക. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഷെയർ യുവർ സ്റ്റാറ്റസ് ടു ഫേസ്ബുക്ക് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഫേസ്ബുക്ക് സ്റ്റോറിയിലേക്ക് കൂടി നിങ്ങളിടുന്ന വാട്സപ്പിലിടുന്ന സ്റ്റാറ്റസുകൾ ഫേസ്ബുക്ക് സ്റ്റോറിയിൽ കൂടി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടുള്ള ആളുകളാണല്ലോ, നേരെ നമ്മളത് ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കുന്നത് കൺഫേം യുവർ അക്കൗണ്ട്. ഇത് തന്നെയാണ് ചിലവർക്ക് 1-2 അക്കൗണ്ടുകളൊക്കെ ഫേസ്ബുക്കിലുണ്ടാവും. നമുക്ക് ഇതാണ് നമ്മുടെ അക്കൗണ്ട് എങ്കിൽ നമ്മൾ താഴെ കൺഫേം കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ആഡ് അക്കൗണ്ട്, അതായത് വേറെ ഏതെങ്കിലും അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് അത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ എഗ്രി കൊടുത്തു. ഇത് തന്നെയാണ് അക്കൗണ്ട് എങ്കിൽ എഗ്രി ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ ഹാവ് എ ഡിഫറെന്റ് അക്കൗണ്ട് ആണെങ്കിൽ അത് കൊടുക്കാം. ഇവിടെ ഞാൻ എഗ്രി കൊടുക്കുകയാണ്. എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ ഫേസ്ബുക്ക് ആക്റ്റീവ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ആ റെഡ് കളറിലേക്ക് ബ്ലൂ കളറിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് രണ്ടുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അതായത് വാട്സപ്പും ഫേസ്ബുക്കുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ലൈവ് ആയിട്ട് തന്നെ. ഇപ്പൊ ഞാനിതിൽ അപ്ഡേറ്റ്സ് എടുത്തു. ഒരു സ്റ്റാറ്റസ് ഞാൻ പോസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്ന് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ പോസ്റ്റ് ചെയ്യാണ്. അത് ഞാനിവിടെ ജസ്റ്റ് പോസ്റ്റ് ചെയ്യാണ്. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ഫേസ്ബുക്കിലേക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ സെൻഡ് ബട്ടൺ കൊടുത്തു. ഇവിടെ അപ്ഡേറ്റ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റ് ഇത് അവിടെ വന്നിട്ടുണ്ട്, സ്റ്റാറ്റസിൽ വന്നിട്ടുണ്ട്. ഈ പോസ്റ്റ് തൊട്ടടുത്ത് കണ്ടില്ലേ, ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഐക്കൺ കാണിക്കുന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാം സ്റ്റാറ്റസ് വിൽ ബി ഷെയർഡ് ടു ദി കറന്റ് ഓഡിയൻസ് യു സെലക്ടഡ് ഓൺ ഫേസ്ബുക്ക്. ഇവിടെ താഴെ നമുക്ക് എന്ത് കൊടുക്കാം, ഷെയർ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഷെയർ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 മീഡിയാസിലും, അതായത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒരുമിച്ച് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റസ് വരുന്നതാണ്. അത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, കണ്ടോ, നമ്മൾ വാട്സപ്പിൽ ഇട്ടിരിക്കുന്ന അതേ കാര്യം തന്നെ നമുക്ക് എവിടെ വന്നിട്ടുണ്ട്, ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. സെയിം വീഡിയോ തന്നെ നമുക്ക് ഫേസ്ബുക്ക് സ്റ്റോറിയിൽ വന്നിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പ്രത്യേകിച്ചും വാട്സപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫേസ്ബുക്കിൽ നിങ്ങളുടെ പോസ്റ്റുകൾ ഇനി മുതൽ ഇടാൻ സാധിക്കും. ഇനി മുതൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ പോസ്റ്റുകൾ, റീൽസുകൾ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫേസ്ബുക്കിലേക്ക് കൂടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പ്രത്യേകിച്ച് വാട്സപ്പ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതുപോലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസ് ആണ് എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണുവാൻ സാധിക്കും. പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ കൊടുക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയുള്ള വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.